ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. ഹായ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനും വരേട്ടന് വീണ്ടും ചിന്നു ഹെൽമെറ്റൊക്കെ തട്ടിക്കുളഞ്ഞെടുത്തു. രാവിലെ ആണെങ്കിൽ എങ്ങോട്ട് പോകണമെന്നുള്ളൊരു കൺഫ്യൂഷൻ. നമ്മൾ പിന്നെ ഒറ്റയ്ക്ക് യാത്ര പോയിട്ട് കുറേ നാളായി. ഇപ്പോൾ ചിന്നു പറഞ്ഞിട്ട് വേണ്ട സൈഡിലോട്ട് പോകാമെന്ന്. പക്ഷേ എനിക്കെന്തോ ഒന്നാതെ നല്ല വെയിലായിപ്പോൾ. അപ്പോൾ നമ്മളൊരു റൈഡിങ് എക്സ്പീരിയൻസ് കിട്ടുന്ന സ്ഥലങ്ങളിലോട്ടാണ് എപ്പോഴും പോവാൻ. അപ്പം ഈ നമ്മൾ ഹൈവേസിലൊക്കെ പോകുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസിനൊക്കെ അല്ലെങ്കിൽ ഒന്നുകിൽ ഈ ഗ്രാമപ്രദേശം അല്ലെങ്കിൽ കുറച്ച് സീനറിയൊക്കെ ഉള്ള സ്ഥലങ്ങളാകുമ്പോൾ നല്ല രസമായിരിക്കും. കാരണം ഒന്ന് ഇപ്പോൾ ഒരു ഉച്ച ടൈമാണ്. പിന്നെ ഈ ഒരു യാത്രയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ കുറേ ദിവസമായിട്ട് അങ്ങനെ ഒരു ഈ ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിള്ളേരില്ലാത്തൊരു യാത്രയാണ്. അവരെ കൊണ്ടുപോകാത്ത വേറെ ഒന്നുമല്ല, ഒരാൾ നേഴ്സറിൽ, അത് മാത്രമല്ല മെയിൻ വെയിലാണ്. രണ്ടുപേരും കൊണ്ട് പാടാണ് ബൈക്കിൽ. അപ്പോൾ സ്ഥലം എങ്ങോട്ടാണ് പ്ലാൻ ചെയ്തില്ല. ചിന്നു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമുക്ക് വണ്ടി എങ്ങോട്ടാണോ തരികയാണ് അങ്ങോട്ട് പോകാം. പ്ലാൻ ഇല്ലാത്തൊരു യാത്ര എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്? ഓക്കെ, പോവാം. 3 വർഷമായിട്ടോ. ലാസ്റ്റ് നമ്മൾ കന്യാകുമാരി പോയതാണ്. കന്യാകുമാരി അല്ല, തിരുനെൽവേലി പോയതാണ് നിന്റെ അമ്മമാരെ. അപ്പൊ 1 വർഷമാവാനായി. വല്ലപ്പോഴും തട്ടിക്കുടഞ്ഞ് വെക്കുന്നത് നല്ലത്. ഇവിടെ നിന്ന് ട്രിവാൻഡ്രം വരെ പോണം, അതിനാണ് ഇത്ര ബിൽഡപ്പ്. ഹെൽമെറ്റ് ഇല്ലാതെ പോകാൻ പറ്റൂലല്ലോ. എനിക്ക് വെക്കണമെന്നൊന്നുമില്ല, പക്ഷെ ഫൈൻ അടയ്ക്കൂലേ. ഗൈസ്, അപ്പോൾ വണ്ടീൻ്റെ ചെയിൻ ലൂസായി, അതൊന്ന് മാറ്റണം. ഗൈസ്, അപ്പോൾ നമ്മൾ നെട്ടയല്ലേ പോകുന്നത്. നെട്ട റൂട്ടിൽ റൂട്ടൊക്കെ കുറേ നാളായി പോയിട്ട് നമ്മൾ നെട്ട ആ റൂട്ടിലായിട്ടാണ് പോകുന്നത്. പിന്നെ ഈ ഒരു സൈഡ് ഇത് കാരക്കോണം. തമിഴ്നാട് നമുക്ക് 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഒരു സൈഡ് തമിഴ്നാട്, ഒരു സൈഡ് കേരളം. അങ്ങനെയാണ്. ഈ സൈഡ് തമിഴ്നാട്, ഈ സൈഡ് കേരളം, അങ്ങനെയാണ്. പിന്നെ നമ്മൾ ചെയിൻ എല്ലാം റെഡിയാക്കി നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇടയ്ക്ക് വീഡിയോ, ന്യൂസ് ചാനലിലെ വീഡിയോ. ഇവിടുത്തെ കറണ്ട് ബില്ലെല്ലാം മേഖലയാണ് കാണിച്ചിട്ടുള്ളത്. കാരക്കോണം, അതായത് പാറക്കാട് വെള്ളറട പോകുന്ന റൂട്ടിലാണ്. ചില ഭാഗങ്ങളാണ് കേട്ടോ. കാരണം നേരെ വെള്ളറട പോയിട്ട് അവിടെ നമ്മൾ പോട്ടെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടുത്തെ ഉത്സവത്തിന് വന്നതാണ്. കുരിശുമലയിൽ നമ്മളിപ്പോൾ വെള്ളറട എത്തിട്ടോ. ഗൈസ്, അപ്പോൾ അത് നമ്മൾ തമിഴ്നാടൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ. പക്ഷേ ഈ ഫോണിൽ ഭയങ്കര ഷേക്കിംഗ് ഉണ്ട്, അതാണ് വരുന്നതൊക്കെ എടുത്തതൊക്കെ. നല്ല വെയിൽ. ആദ്യം അവിടെയൊക്കെ, ഇപ്പോൾ എവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ
ഇപ്പം നമ്മൾ നെട്ട റൂട്ടിലാണ് കേട്ടോ ഉള്ളത്. പോകുന്ന റൂട്ടിലുള്ള ഡാമിൻ്റെ ഒരു സൈഡാണ് കേട്ടോ, നെട്ട ഡാമിൻ്റെ. ഇത് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ചിലടത്ത് ഇറങ്ങാൻ പറ്റുമായിരുന്നു, ഇപ്പോൾ ഇറങ്ങാൻ പറ്റുമോയെന്ന് അറിയില്ല. പിന്നെ കൂടുതലും പോകുമ്പോൾ മറ്റേ ഫുഡ് കഴിക്കുന്ന ഹോട്ടൽസൊക്കെയാണ്. നമ്മൾ അതിൻ്റെയൊക്കെ വീഡിയോ മുമ്പൊക്കെ ഇട്ടിട്ടുണ്ട്, ഡാമിൻ്റെ മീനൊക്കെ. ചൂട് അധികം ഇല്ല കേട്ടോ, ഇങ്ങോട്ട് കയറിയപ്പോൾ ഇച്ചിരി ചൂട് കുറവാണ്. പിന്നെ റൈഡേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ എന്തായാലും പെട്ടെന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് പോകും. തൃപ്പരപ്പ് നമ്മളിപ്പോൾ ലാസ്റ്റ് തിരുനെല്ലിയിൽ പോയിട്ടൊക്കെ ഈ റൂട്ടൊക്കെയാണ് വന്നത്. നല്ല രസമുള്ള റൂട്ടാണ്. ചൂടില്ലെങ്കിൽ അടിപൊളിയാണ്. ഇപ്പോൾ ചൂടില്ല കേട്ടോ, ചെറിയ കാറ്റും നല്ല വെയിലായിരിക്കും. കുറച്ചുകൂടെ ഇങ്ങോട്ട് പോകും. വരാറുണ്ടല്ലോ അതുകൊണ്ട് പയ്യന്മാരെ കൂടെ ഒക്കെ വരാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇല്ല. അങ്ങനെ നമ്മൾ തൃപ്പരപ്പ് എത്തിയിട്ടുണ്ട്. അത് ഒരു ഹോട്ടലിൽ കഴിക്കാൻ വേണ്ടി കയറുക കേട്ടോ. പറ അനുവേട്ട, ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് വന്നപ്പോൾ അനുവേട്ട എന്താ ഫീൽ ചെയ്ത്? നമ്മളിവിടെ തൃപ്പരപ്പാണ് ഉള്ളത്. നമ്മളിവിടെ കയറുന്നില്ല, കാരണം വെള്ളം ഉണ്ടാവില്ല. മേളിലൊരു പാലമുണ്ട്, അവിടെ പോകും. അവിടെ നല്ല സ്ഥലം. പക്ഷെ പിള്ളേരുണ്ടാകുമ്പോൾ അവിടെ പോകാൻ പറ്റത്തില്ല, നമുക്ക് കയറാൻ. വെള്ളം ഇപ്പോൾ വേനൽക്കാലമല്ലേ, വെള്ളം ഉണ്ടാവില്ല. മഴക്കാലത്തൊക്കെ പിന്നെ വന്ന് അങ്ങനെ ഇവിടെ വരാനായിട്ട് വന്നായിരുന്നു. അത് വിചാരിച്ചവിടെ ചിതറാണെന്നുള്ളൊരു ജയൻ ടെമ്പിളുണ്ട്, അവിടെ പോകാൻ വിചാരിച്ചു. നേരെ ഇവിടെ കഴിച്ചിട്ട് നേരെ അപ്പുറത്ത്
ഇച്ചിരി നമ്മളവിടുത്തെ പോലെ കട്ടിയുണ്ട് കേരള തമിഴ്നാട് മിക്സ്. അങ്ങനെ. പിന്നെ ബിരിയാണി ഉണ്ട്, നെയ്ച്ചോറും ചിക്കനും ഉണ്ട്. പോരാ, സാമ്പാർ പോരാ. അതിനോട്ടും വിചാരിച്ച ആ സാമ്പാറായിട്ടില്ല അല്ലേ? അതിൽ വണ്ടി പോവല്ലോ ഗൈസ്. ആന പോകുന്നു, കുട്ടി ആനയാ തോന്നുന്നുണ്ട് കേട്ടോ. ചേട്ടാ അങ്ങോട്ട് ബൈക്കോ? പോ വേണ്ട വേണ്ട മാമ, ബോട്ടിങ് കൊണ്ട്. അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട. അപ്പോൾ നമ്മളിവിടെ പാലത്തിൻ്റെ പുറത്തെത്തി. ആനത് അതിലായിരുന്നു. ആനനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട്. പിള്ളേരൊക്കെ അവിടെ, സ്കൂൾ പിള്ളേർ. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. മുമ്പ് പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്ന് വാവസ് ഉണ്ടായതല്ലേ? നമ്മൾ വൈകിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ഇതിലൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകും, പുറത്തോട്ട് ഒഴുകും. നല്ല രസമാണ് കാണാൻ വേണ്ടി. ഇവിടെ പിന്നെ വരാൻ പാസ് ഒന്നും കൊടുക്കണ്ട. അപ്പുറത്ത് നമ്മുടെ ബോട്ടിങ്ങിൻ്റെ ഏരിയ, ബോട്ടിങ്ങിനൊക്കെ കയറണമെങ്കിൽ പൈസ കൊടുക്കുക. അത് പിന്നെ അപ്പുറത്താണെങ്കിൽ നമുക്ക് വേറെ വാട്ടർഫോൾസ് കാണാം. അത് പക്ഷേ വെള്ളമില്ലാത്ത രസമല്ല. ആന പോകണം. ആന നമ്മളോട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളത് ഇനി നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആനപ്പിണ്ടം, ആനേനെ കണ്ടല്ലോ, അവിടെ നിന്ന് നോട്ട് ചെയ്തതാണ് ആനപ്പിണ്ടം. ഇവിടെ എവിടെയൊക്കെ ഇറങ്ങി തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. ഇവിടേക്കായിരുന്നു വന്നത്. ഇവിടെ ക്ഷേത്രം ഉണ്ട് തോന്നുന്നുണ്ട്, അതിനപ്പുറത്ത് അവിടേക്കാണ് തോന്നുന്നുണ്ട്. അതിനകത്ത് ക്ഷേത്രമുണ്ട്, അവിടേക്കാണ് വന്നത്. നമ്മളിത് ഫുഡൊക്കെ കഴിച്ചു. 3 മണിയായി. ഇനി പിള്ളേരെ വിളിക്കണം. അമ്പുവിടെ അച്ഛനുണ്ട്, അച്ഛനെടുത്തായിത്തോളം. മറ്റുള്ള അവിടെ ഉറങ്ങി എണീറ്റിട്ടുള്ളൂ കാരണം. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെയെന്ന് പറയുമ്പോൾ തിരക്കെന്ന് പറയുമ്പോൾ അങ്ങനെ തിരക്കില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അന്ന് വന്നപ്പോൾ ഒരു സൈലന്റ് ആയിട്ട് ഒരു പീസായിട്ടുള്ളൊരു സ്ഥലം. അന്ന് നമ്മൾ വന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല വെള്ളവും ഉണ്ടായിരുന്നു. നമ്മൾ അവിടേക്ക് ഇറങ്ങിയിട്ടില്ല, അല്ലാതെ നല്ല വെള്ളവും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തിരക്കില്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര എന്തായാലും ഒരു സെറ്റ് സ്ഥലമാണ്. അനുവേണ്ട ഫ്രണ്ട്സ്. ഓ ശരി ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നന്ദുമ്മേനെ എടുത്ത്, അതുപോലെ തന്നെ നമ്മൾ സ്നാക്സ്, ചായക്ക് പാലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വരുന്ന വഴി കൊച്ചിച്ചനെ കണ്ടപ്പോൾ കൊച്ചിച്ചൻ നൊങ്ക് കൊടുത്ത് വിട്ട്. അപ്പോൾ അങ്ങനെ അതിനോട്ട് നൊങ്ക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് ലാസ്റ്റ് കഴിച്ചത് അമ്മമ്മേൻ്റെ അവിടെ പോയപ്പോഴായിട്ട്. അത് അന്ന് കിട്ടാൻ കുറച്ച് പാട് വിട്ടത്. അന്ന് ചെറുതുമായിരുന്നു, പക്ഷെ കിട്ടാൻ കുറച്ച് പാട് വിട്ടു. ഇത് ഇച്ചിരി വലുപ്പമുണ്ട്. അപ്പോൾ ഞാൻ അനുവേട്ടനോട് ഇങ്ങനെ പറയായിരുന്നു നമ്മൾ അന്ന് കഴിച്ചതാണ് എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയായിരുന്നു. ഈ വർഷവും പോകണം എന്നൊക്കെ അനുവേട്ടൻ ഇങ്ങനെ പറയായിരുന്നു. ഇത് വെട്ടി കഴിഞ്ഞിട്ടാണ് അനുവേട്ടന് ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം പറ്റുന്ന പോലെ നമ്മളതേപോലെ വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സമയം കാര്യങ്ങളൊക്കെയാണ്, പിന്നെ ഒരു മടി, എല്ലതും കൂടെ അതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. ശോഭനോട്ടനാണെങ്കിൽ രാവിലെ എൻ്റെ ഷോപ്പിലോട്ടും കാര്യങ്ങളൊക്കെ പോകും. ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് അതിങ്ങനെ വെട്ടുന്നത്. ഒന്നിലേക്കും അത് സെറ്റാവാൻ പറ്റുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടം അനുവട്ടൻ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇച്ചിരി വലിയ നൊങ്കാണ്ട് കേട്ടോ, നൊങ്കാണ്, പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ മധുരമില്ല. പിന്നെ ഞാൻ ചായ ഇട്ട് കൊടുത്തു. ഞാൻ ചായക്ക് പാല് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചായയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പറ്റുന്ന പോലെ നമ്മൾ ട്രാവൽ വീഡിയോയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ.